ചേലക്കരയിൽ ബ്രാൻഡഡ് ഷൂസുകളുടെയും ബാഗുകളുടെയും മായാവിസ്മയ ലോകം. ഓണാഘോഷം പൊടിപൊടിക്കാൻ അന്നയും നിങ്ങളോടൊപ്പം. മെഗാ പ്രൈസ് 3 സ്വർണ്ണ നാണയം. കൂടാതെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, ടിവി, മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം. അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ്, കാനറ ബാങ്കിന് എതിർവശം, ചേലക്കര. വെങ്ങാനല്ലൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവം ജനുവരി 1 മുതൽ 8 വരെ അതിവിപുലമായ ചടങ്ങുകളോടെ ആഘോഷിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. വെങ്ങാനല്ലൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവം ജനുവരി 1 തീയതി മുതൽ 8 തീയതി വരെ അതിവിപുലമായി ആഘോഷിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്രം സംബന്ധിച്ചിടത്തോളം ആ ക്ഷേത്ര നിവാസികൾ എല്ലാവരും തന്നെ ഭഗവാന്റെ കടാക്ഷത്താൽ സന്തോഷവും സമാധാനവും ശാന്തിയോടെയും ജീവിക്കാൻ കഴിയുന്നു എന്നുള്ള ഏറ്റവും വലിയ ഒരു വസ്തുതയാണ്. നമുക്കറിയാം, മനുഷ്യനായ നമ്മൾ കേവലം തുലോം ജീവിക്കുന്ന ഇടവേളകളിൽ അടുത്ത നിമിഷം എന്തെന്ന് അറിയാൻ പറ്റാത്ത ഈ ഇരിക്കുന്ന ആർക്കും, ലോകത്തിൽ ആർക്കും അറിയാൻ കഴിയില്ല അടുത്ത നിമിഷം എനിക്ക് എന്ത് സംഭവിക്കും. അവസാനം നമ്മൾ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ 6 അടി മണ്ണി നടിച്ച് തിരക്ക് പിടിച്ച ജീവിതയാത്രയിൽ ഇത്തരം ക്ഷേത്ര ഭക്തിനിർഭരമായ കാര്യങ്ങളാണ്, ആത്മീയ കാര്യങ്ങളാണ് മനസ്സിന് കുറച്ചെങ്കിലും സമാധാനം കിട്ടുന്നത്. ബാക്കിയുണ്ടാക്കുന്ന ഒരു നേട്ടങ്ങളും നമ്മൾ കൂടെ കൊണ്ടുപോകാൻ കഴിയില്ല. ലോകത്തിൽ ആരും തന്നെ താൻ സമ്പാദിച്ചതോ നേടിയ വിദ്യാഭ്യാസമോ തൻ്റെ അവസാന നാളുകളിൽ കൊണ്ടുപോയ ചരിത്രമില്ല. അപ്പോൾ ഇത്തരം ക്ഷേത്രങ്ങളും ഇത്തരം ആചാരങ്ങളും ഇത്തരം അനുഷ്ഠാനങ്ങളുമാണ് നമ്മളെ ആത്മീയതയിലേക്ക് എത്തിക്കുന്നതും അവസാന സമയം നമുക്ക് തുണയായി ഉണ്ടാകുന്നതും. ഏതായാലും ഞാൻ പറഞ്ഞു കിട്ടുന്നില്ല. ഈ ദേശവിളക്ക് മഹോത്സവത്തെക്കുറിച്ച് സെക്രട്ടറി വിശദമായി സംസാരിക്കും. കഴിഞ്ഞ ഈ 1 തീയതി മുതൽ ജനുവരി 1 തീയതി മുതൽ പുതുവർഷം ജനുവരി 1 തീയതി മുതൽ 8 തീയതി വരെ വിവിധ പരിപാടികളോടെ, നിങ്ങൾക്കെല്ലാം അറിയാം, എല്ലാ കൊല്ലത്തും കൂടുതൽ ശോഭയോടെ ഭക്തിനിർഭരമായി നമ്മുടെ ഈ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പരിപാടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇക്കൊല്ലവും 8 ദിവസം വിവിധ കലാപരിപാടികളോടെ, എല്ലാം ഭക്തിനിർഭരമായ വിവിധ കലാപരിപാടികളോടെ നമ്മൾ 8 ദിവസം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ജനുവരി 1 തീയതി ബുധനാഴ്ച കാലത്ത് 4 മണിക്ക് ആരംഭിക്കുന്ന ചടങ്ങുകളിൽ വൈകിട്ട് 6 മണിക്ക് ഡോക്ടർ സുധീർ മാരാരുടെ സോപാന സംഗീതവും ചേലക്കര അനീഷ് മാരാരുടെയും തായങ്കാവ് അനീഷ് നമ്പീശന്റെയും നേതൃത്വത്തിൽ ഗംഭീര പഞ്ചാരിമേളവും അരങ്ങേറും. ജനുവരി 2 തീയതി വ്യാഴാഴ്ച ചേലക്കര സാരസ്വതം സംഗീതകയുടെ നേതൃത്വത്തിൽ ഭക്തിഗാനസുധ നടക്കും. ജനുവരി 3 തീയതി വെങ്ങാനല്ലൂർ അയ്യപ്പ ഭജന സംഘത്തിന്റെ ഭജന, 4 തീയതി പുറനാട്ടുകര ഡോക്ടർ മുരളിയുടെ ഭക്തിപ്രഭാഷണം, 5 തീയതി ഞായറാഴ്ച അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയുടെ നേതൃത്വത്തിൽ ഹരിനാമ കീർത്തനം, 6 തീയതി തിങ്കളാഴ്ച ദേശീയ അവാർഡ് നേടിയ കെ വിശ്വനാഥ പുലവരും സംഘവും അവതരിപ്പിക്കുന്ന തോൽപ്പാവക്കൂത്തും ദേശത്തിലെ കുട്ടികളുടെ കലാപരിപാടികളും നടക്കും. 7 തീയതി ചൊവ്വാഴ്ച ചേലക്കര പ്രണവം അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി, മുക്കുറ്റി തിരുവാതിര സംഘം അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളിയും അരങ്ങേറും. സമാപന ദിവസമായ 8 തീയതി ബുധനാഴ്ച എഴുന്നള്ളിപ്പ് കിള്ളിമംഗലം ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ 40ഓളം കലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ടിമേളം, തായമ്പക എന്നിവ അരങ്ങേറും. തുടർന്ന് അയ്യപ്പൻ പാട്ടും വ്യാഴാഴ്ച പുലർച്ചയോടുകൂടി അയ്യപ്പ ജനനവും മേളത്തോടും താളത്തോടും കൂടി പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ്, തുടർന്ന് തിരിയൊഴിച്ചിൽ അയ്യപ്പനും ബാവരും വെട്ടും തടവോടുകൂടി അയ്യപ്പൻ വിളക്ക് ആഘോഷങ്ങൾക്ക് സമാപനം കുറിക്കും. എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ അന്നദാനം നടക്കും. കൂടാതെ വിപുലമായ ചടങ്ങുകളും ക്ഷേത്രത്തിൽ നടക്കും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത്, സെക്രട്ടറി രാമകൃഷ്ണൻ പരുത്തിക്കാട്ട്, ട്രഷറർ രാധാകൃഷ്ണൻ പറങ്ങോടത്ത്, മേൽശാന്തി വിജയൻ സ്വാമി, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. 2025 ജനുവരി 1 മുതൽ ജനുവരി 8 വരെയാണ് നമ്മുടെ ക്ഷേത്ര മഹോത്സവം നടക്കുന്നത്. 1 തീയതി മുതൽ 8 തീയതി വരെയുള്ള നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഏകദേശം ചുരുക്കി ഞാൻ കാര്യങ്ങളൊന്ന് വിശദീകരിക്കുന്നതാണ്. കാലത്ത് 4 മണിക്ക് നട തുറക്കുന്നതോടുകൂടി ആരംഭിക്കുന്ന ക്ഷേത്രത്തിലെ ചടങ്ങുകൾ 1 തീയതി വൈകുന്നേരം 7 മണിക്ക് ചേലക്കര അനീഷ് മാരാരുടെയും തായങ്കാവ് അനീഷ് നമ്പീഷിൻ്റെയും നേതൃത്വത്തിൽ ഗംഭീര പഞ്ചാരിമേളം അന്നേ ദിവസം ഉണ്ടായിരിക്കുന്നതാണ്. 7:30 മുതൽ 9:00 വരെ അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ്. 2 തീയതിയും കാലത്ത് 4 മണിക്ക് ക്ഷേത്ര നട തുറക്കലോടുകൂടി ആരംഭിക്കുന്ന ചടങ്ങുകൾ, 7 മണിക്ക് ഭക്തിഗാനസുധ സാരസ്വതം സംഗീതിക ചേലക്കര അവതരിപ്പിക്കുന്ന ഭക്തിഗാനസുധ, 7:30 മുതൽ 9:00 വരെ അന്നദാനം. 3 തീയതി കാലത്ത് 4 മണിക്ക് നട തുറക്കലോടുകൂടി ആരംഭിക്കുന്ന ചടങ്ങുകൾ, 7 മണിക്ക് ഭജന, ശ്രീ അയ്യപ്പ ഭജന സംഘം വെങ്ങാനല്ലൂർ, 7:30 മുതൽ 9:00 വരെ അന്നദാനം. 4 തീയതി ശനിയാഴ്ച 4 മണിക്ക് നട തുറക്കലോടുകൂടി ആരംഭിക്കുന്ന ചടങ്ങുകൾ,
7 മണിക്ക് ഭക്തി പ്രഭാഷണം ഡോക്ടർ മുരളി പുറനാട്ടുകര. 7:30 മുതൽ 9:30 വരെ അന്നദാനം. 5-ാം തീയതി ഞായറാഴ്ച 4 മണിക്ക് നടതുറക്കലോടുകൂടി ആരംഭിക്കുന്ന ക്ഷേത്ര ചടങ്ങുകളോടുകൂടി ആരംഭിക്കും. 7 മണിക്ക് ഹരിനാമ കീർത്തനം. അന്താരാഷ്ട്ര കൃഷ്ണ അവബോധ സമിതി ഇസ്കോൺ അവരുടെ നേതൃത്വത്തിലാണ് ഹരിനാമ കീർത്തനം. 7 മുതൽ 8 മണി വരെ. 7:30 മുതൽ 9:30 വരെ അന്നദാനം. 6-ാം തീയതി തിങ്കളാഴ്ച 4 മണിക്ക് ക്ഷേത്രം നടതുറക്കലോടുകൂടി ആരംഭിക്കുന്ന ചടങ്ങുകൾ. 7 മണിക്ക് വൈകുന്നേരം 7 മണിക്ക് ദേശീയ അവാർഡ് നേടിയ ശ്രീ കെ വിശ്വനാഥപുലരും സംഘവും അവതരിപ്പിക്കുന്ന തോൽപ്പാക്കൂത്ത് ഉണ്ടായിരിക്കുന്നതാണ്. തുടർന്ന് ദേശത്തിലെ കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ്. 7:30 മുതൽ 9:30 വരെ അന്നദാനം. 7-ാം തീയതി കാലത്ത് 4 മണിക്ക് നടതുറക്കലോടുകൂടി ആരംഭിക്കുന്ന ചടങ്ങുകൾ. 7 മണിക്ക് തിരുവാതിരക്കളി പ്രണവൻ ചേലക്കര, തിരുവാതിരക്കളി മുക്കുറ്റി തിരുവാതിര സംഘം വെങ്ങാനല്ലൂർ, ദേശത്തിലെ കുട്ടികളുടെ കലാപരിപാടികൾ. 7:30 മുതൽ 9:30 വരെ അന്നദാനം. 8-ാം തീയതി ബുധനാഴ്ച കാലത്ത് 4 മണിക്ക് നടതുറക്കലോടുകൂടി ആരംഭിക്കുന്ന ചടങ്ങുകൾ. ഉച്ചയ്ക്ക് 12 മണിക്ക് അന്നേ ദിവസം അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ്. 2 മണിക്ക് ക്ഷേത്രത്തിൽ നിന്നും ആറാട്ടിന് പുറപ്പെട്ട് 2:30 തിരുവമ്പലപ്പൻ സന്നിധിയിൽ ഭക്തിസാന്ദ്രമായി ആറാട്ടും തുടർന്ന് എഴുന്നള്ളിപ്പ്, ഉടുക്ക, മേളം, താരം എന്നിവയുടെ അകമ്പടിയോടുകൂടിയുള്ള ഘോഷയാത്ര. 4 മണിക്ക് വെങ്ങാനല്ലൂർ സെൻറ്ററിൽ കിള്ളിമംഗലം ഗോപാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ 40ഓളം കലാകാരന്മാർ പങ്കെടുക്കുന്ന ഗംഭീര പാണ്ടിമേളം ഉണ്ടായിരിക്കുന്നതാണ്. 7:30 മുതൽ 9:30 വരെ അന്നേ ദിവസം അന്നദാനം. അന്ന് 8-ാം തീയതി വൈകുന്നേരം നമുക്ക് കലാപരിപാടികളൊന്നുമില്ല. 8 മണിക്ക് തായമ്പക. 9 മണി മുതൽ അയ്യപ്പൻ പാട്ട്. 9/1/25 വ്യാഴാഴ്ച കാലത്ത് 1 മണിക്ക് അയ്യപ്പ ജനനം, മേളത്തോടും താലത്തോടും കൂടി പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ്, തുടർന്ന് തിരിയൊഴിച്ചിൽ, അയ്യപ്പനും പാവരും വെട്ടുംതടവും. ഇതോടുകൂടി നമ്മുടെ ഈ ദേശവിളക്ക് മഹോത്സവത്തിൻ്റെ ചടങ്ങുകൾ അന്നത്തെ ഒരു ദിവസത്തെ പരിപാടികളൂടി അവസാനിക്കുകയാണ്. ഈ ചടങ്ങുകളിൽ എല്ലാവരുടെയും പൂർണ്ണ സഹകരണം ഞങ്ങൾ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും മാത്രമല്ല എല്ലാ ദിവസവും അവരുടെ സാന്നിധ്യവും ഇവിടെ ഉണ്ടാവണം എന്നുകൂടി ഞങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് CCV ന്യൂസ് ചേലക്കര.